ഹലോ, ഇന്ന് നമുക്കൊരു ടേബിൾ സെറ്റ് ആട്ടോ ചെയ്യാനുള്ളത്. ഗ്ലെൻ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ഹെലൻ ആട്ടോ നമുക്ക് കേക്ക് ഓർഡർ ചെയ്ത്. ഇതും പതിവ് പോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ കേക്കായി സ്പാനിഷ് ഡിലൈറ്റ് തന്നെയാണ്. കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 2 kg ആട്ടോ. നമ്മൾ 2 ടയർ ആയിട്ടാട്ടോ കേക്ക് സെറ്റ് ചെയ്യണേ. ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിട്ടോ. നമ്മൾ കസ്റ്റമർക്ക് കുറച്ച് റെഫറൻസ് പിക്ക് സെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ അവർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണം സെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. വാവയുടെ ഡ്രസ്സിൻ്റെ കളർ പർപ്പിൾ ആയതുകൊണ്ട് നമുക്ക് കേക്കിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് പർപ്പിൾ കളറിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് വർക്കും കൂടെ ഉണ്ടായിരുന്നേ. കേക്കിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഫോണ്ടൻറ്റിൻ്റെ ടെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അയച്ചു കൊടുത്ത റെഫറൻസ് പിക്കിലെ കേക്ക് കുറച്ച് വലുതായിരുന്നു. മിനിമം ഒരു 4 kg എങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് 2 കിലോയാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റിനനുസരിച്ചുള്ള കേക്കാട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് റെഫറൻസ് പിക്കുമായിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പക്ഷേ ആ കാര്യം ഞാൻ കസ്റ്റമറിനോട് പറയാൻ വിട്ടുപോയി. കസ്റ്റമർ വിചാരിച്ചത് നമ്മുടെ റെഫറൻസ് പിക്കിൻ്റെ അത്രയും തന്നെ സൈസ് ഉണ്ടാവും എന്നാണ്. പക്ഷെ അവർക്കത് അറിയില്ലല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഞാൻ ആ കാര്യം ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. കേക്കെല്ലാം നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞത്, ചേച്ചി കേക്ക് ഭയങ്കര ചെറുതായി പോയ പോലെ തോന്നണോ, നമ്മൾ റെഫറൻസ് പിക്ക് കാണിച്ചത്രയും വലിപ്പം തോന്നണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ ഒരു വലിപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. കാരണം എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടില്ല. കാരണം കസ്റ്റമർക്ക് അതറിയില്ലല്ലോ. ഒന്നുകിൽ നമ്മൾ ആദ്യമേ തന്നെ പറയുക, നമ്മൾ റെഫറൻസ് പിക്കിൽ അത്രയും വലിപ്പം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ കേക്കിൻ്റെ വെയിറ്റ് കൂട്ടണം, അല്ലെങ്കിൽ നമുക്ക് താഴെ ഡമ്മി വെച്ച് സെറ്റ് ചെയ്യാമെന്ന് ആദ്യമേ പറയണമായിരുന്നു. അത് രണ്ടും ഞാൻ പറഞ്ഞില്ല. അതാണ് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക്. ഒരിക്കലും അവരെന്നെ കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചത്. അവരുടെ എക്സ്പെക്റ്റേഷൻ്റെ അത്ര എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ പറയുവാണേ. പക്ഷേ കേക്കിനെ കുറിച്ച് അവർ നല്ല അഭിപ്രായം തന്നെയാട്ടോ പറഞ്ഞത്. ലുക്ക് വൈസും പിന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് കുറച്ച് ടെൻഷനായെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ സപ്പോർട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ കിട്ടണത് നമുക്ക് ഒരു ഭാഗ്യമാണ്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് സംഭവിക്കണം എന്നില്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളും സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയും ഒരു ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഓർക്കുന്നത്. അതിനുശേഷം ഞാൻ എല്ലാ കേക്കിലും പറയാറുണ്ട്, റെഫറൻസ് പിക്കിൻ്റെ എക്സാക്റ്റ് അതുപോലത്തെ ഹൈറ്റ് അല്ലെങ്കിൽ വലിപ്പവും നമുക്ക് ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടണം എന്ന് പറയും. നമ്മുടെ അശ്രദ്ധ കൊണ്ട് കസ്റ്റമറിന് വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ. അവരുടെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേയ്സിനും പിന്നെ ആ ഒരു ഫോട്ടോയുടെ ലുക്കിനും വേണ്ടിയാണ് അവർ സെയിം കളറിലുള്ള കേക്ക്, തീമിലുള്ള കേക്കുകളൊക്കെ സാധാരണയായിട്ട് വാങ്ങിക്കണം. ഒരു ഫോട്ടോയുടെ ഒരു ലുക്കിന് വേണ്ടിയാണ് കൂടുതലും കസ്റ്റമൈസ്ഡ് കേക്കുകളൊക്കെ പ്രിഫർ ചെയ്യാറ്. അങ്ങനെ നമ്മൾ കേക്കും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പർപ്പിൾ കളറിൽ തന്നെ ആട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്ത് മുകളിൽ ഫോണ്ടൻറ്റിൻ്റെ ടെടിയും പിന്നെ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ക്ലൗഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് നെയിം ടോപ്പറും ഉണ്ടായിരുന്നു കേട്ടോ. പർപ്പിളും വൈറ്റും ഫോക്സ് ബോൾസും കൂടെ വെച്ച് നമ്മൾ കേക്കിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഫോക്സ് ബോൾസ് വെക്കണ കേക്കിന് കുറച്ച് ഭംഗി കൂടുതൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ടേബിൾ സെറ്റിനൊപ്പം ഞാൻ ഈ ഐറ്റംസ് വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് റെൻറ്റൊന്നും വാങ്ങിക്കാറില്ല. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു 1.25 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്